നമസ്കാരം. ഇത്തവണ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആദായ നികുതിയിൽ വൻഇളവ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നികുതി ഇളവിനെതിരെ സംസ്ഥാന മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. തീരുമാനം ഇത്തരക്കാർക്ക് സന്തോഷം നൽകുമെങ്കിലും ആദായ ഉപഭോഗ ചെലവ് വർദ്ധിപ്പിക്കാൻ ഈ മാർഗം സഹായകമാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഉപഭോഗ ചെലവ് വർദ്ധിപ്പിക്കാനുള്ള നല്ല മാർഗം ഈ നികുതി പിരിവ് പാവപ്പെട്ടവരുടെ പെൻഷനും തൊഴിലുറപ്പും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. കാരണം ഇവർ പെൻഷനും കൂലിയും പൂർണ്ണമായും ചെലവഴിക്കും. ഇടത്തരക്കാർ അവരുടെ വരുമാനത്തിൽ ഗണ്യമായ ഭാഗം സമ്പാദിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അസമത്വം ഇനിയും കുത്തനെ ഉയരും. കേന്ദ്ര ബജറ്റ് സാമ്പത്തിക വളർച്ച മുരടിപ്പിക്കുമെന്നും അസമത്വം വർദ്ധിപ്പിക്കുമെന്നും ജനദുരിതം കാരണം കേരളത്തെ കൂടുതൽ വിഷമത്തിലാക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. 2024-25 GDP വളർച്ച 6.4% മാത്രമാണ്. 2025-26 ഇതിലും താഴാനാണ് സാധ്യത. കാരണം കയറ്റുമതി കുറവാണ്, ഉപഭോഗ ചെലവും വളരെ കുറവാണ്. അതുകൊണ്ട് മുതൽ മുടക്കാൻ നിക്ഷേപകർ മടിക്കുന്നു. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ചെലവ് ഉയർത്തുകയാണ് ഏതൊരു സർക്കാരും സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. എന്നാൽ മോദി 2024-25 സർക്കാർ ചെലവ് 14.9% ആയിരുന്നത് 14.1% ചുരുക്കിയിരിക്കുന്നു. മോദി സർക്കാരിന്റെ എല്ലാ ബജറ്റിലും പൊതുവായി കാണാവുന്ന പ്രവണത ചെലവ് ചുരുക്കലാണ്. ഏക അപവാദം കോവിഡ് കാലത്ത് മാത്രമാണ് ഉണ്ടായത്. 2011-12 സർക്കാർ ചെലവ് GDP അനുപാതം 14.38% ആയിരുന്നു. BJP ഭരണത്തിന്റെ ആദ്യ വർഷമായ 2014-15 ഇത് 13.3% കുറഞ്ഞു. മോദിയുടെ ഭ്രാന്തൻ നോട്ട് നിരോധനവും GST നടപ്പിലാക്കിയതിലെ അപാകതകളും മൂലം സാമ്പത്തിക വളർച്ച തുടർച്ചയായി മന്ദീഭവിച്ചു. അപ്പോഴും കേന്ദ്ര സർക്കാർ ചെലവ് ചുരുക്കുകയെന്ന നയം തന്നെ കൈക്കൊണ്ടു. 2017-18 ഇത് 12.25% എത്തി നിന്നു. എന്നാൽ കോവിഡ് വർഷം അത് 17.7% ഉയർന്നു. തുടർന്ന് 2024-25 ആയപ്പോഴേക്കും 14.9% വീണ്ടും കുറഞ്ഞു. എന്തുവന്നാലും കമ്മി കുറയ്ക്കുക എന്നതാണ് ബജറ്റിന്റെ പ്രഥമ ലക്ഷ്യം. വിദേശ മൂലധനത്തെ പ്രീതിപ്പെടുത്താൻ ഇത്തരമൊരു നടപടി ആവശ്യമാണ്. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ വിദേശ കരുതൽ ശേഖരത്തിൽ നിന്ന് ഡോളർ ചെലവഴിക്കേണ്ടി വന്നു. $705 ബില്യൺ ആയിരുന്ന വിദേശ കരുതൽ ശേഖരത്തിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ $79 ബില്യൺ ചെലവഴിക്കേണ്ടി വന്നു. കൂടുതൽ വിദേശ മൂലധനം ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനക്കമ്മി കുറച്ചേ മതിയാകൂ. അതേസമയം രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിലും ചെലവ് കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരാണ്. ചെലവ് ചുരുക്കാതെ കമ്മി കുറയ്ക്കാമായിരുന്നു. പക്ഷേ കേന്ദ്ര ധനമന്ത്രി ആദായ നികുതിയിൽ ഇളവ് നൽകാനാണ് ശ്രമിച്ചത്. ഇടത്തരക്കാർക്ക് അത് സന്തോഷം നൽകും. കൂടുതൽ വരുമാനം അവരുടെ കൈകളിലിരുന്നാൽ ഉപഭോഗ ചെലവ് ഉയരുമെന്നാണ് സർക്കാരിന് പ്രതീക്ഷ. 1 ലക്ഷം കോടി രൂപ ഇങ്ങനെ ഇടത്തരക്കാരുടെയും സമ്പന്നരുടെയും കൈകളിലെത്തും എന്നാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.